ഇപ്പോൾ നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ദുരാരോപണം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നലെ ഒരു പത്രസമ്മേളനം നടത്തേണ്ടി വന്നത്. രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് മാനസികമായി വലിയ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. കാരണം ആദ്യം ജനം ടി വിയിൽ വന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ലിങ്ക്, അതിൻ്റെ വീഡിയോ ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നു. ഞാൻ വിചാരിച്ചു ഇത് അങ്ങ് പോവും. അത് കഴിഞ്ഞതിന് ശേഷം നിരവധി എൻ്റെ വാട്സപ്പുകളിലേക്ക് വീഡിയോ ക്ലിപ്പ്, ഭാരത് ലൈവ്, കർമ്മ എന്നെല്ലാമുള്ള രീതിയിലുള്ള ചാനലുകളുടെ വാർത്തകൾ, അത് കുറച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇപ്പം എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാം 10 മാസം ആവുന്നേ ഉള്ളൂ. ആ സന്ദർഭത്തിൽ ഞാൻ വേറൊരാളുടെ ഭാര്യ എന്നുള്ള നിലയിൽ പെൻഷൻ വാങ്ങുന്നു എന്നുള്ള ഒരു കള്ള വാർത്തയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ എല്ലാവരും ഒന്നും അങ്ങനെ കൊടുത്തിട്ടുമില്ല. ജനം ടി വിയാണ് തുടങ്ങി വെച്ചത്. അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലുകൾ, അവരുടെ വീഡിയോ ക്ലിപ്പ് എനിക്ക് കിട്ടി. അതിനുശേഷം പിന്നെ എൻ്റെ ഒന്നിച്ച് പ്രവർത്തിച്ച, പിന്നെ ഔദ്യോഗിക രംഗത്ത് മന്ത്രിയായിരുന്നപ്പോൾ പ്രവർത്തിച്ച എൻ്റെ ഒരു സഹപ്രവർത്തകൻ എനിക്ക് സുദിനത്തിൻ്റെ ഒരു കോപ്പി അയച്ചു തന്നപ്പോഴത്തേക്കും ഞാൻ സത്യത്തിലും ഞെട്ടിപ്പോയി. എന്ന് മാത്രമല്ല, തുരുതുരെ ആ പത്രവാർത്തയെ തുടർന്ന് നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിൽ നിന്ന് നിരവധി കോളുകൾ എനിക്ക് വന്നു. ടീച്ചർ, ഇതെന്താണ് ഈ പെൻഷൻ, എങ്ങനെയാണിത് ടീച്ചർ വാങ്ങുന്നത്? വേറൊരാളുടെ ടീച്ചറുടെ ഭർത്താവിൻ്റെ പേര് ഈ ദാമോദരൻ നമ്പ്യാർ എന്നാണല്ലോ. ടീച്ചർ ഇപ്പോൾ PR കൃഷ്ണൻ്റെ പിന്നെ പെൻഷൻ എങ്ങനെയാണ് ടീച്ചർക്ക് വാങ്ങാൻ സാധിക്കുക? ഇങ്ങനെ പല ചോദ്യങ്ങളും. പിന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആകെ വിഷമായി. കുടുംബക്കാരെ, എൻ്റെ അനിയന്മാരെല്ലാം വിളിച്ചു, എന്താ ചേച്ചി ഇങ്ങനെ, എന്ത് വാർത്തയാണ് ഇത് അടിച്ചു വിടുന്നത്? അപ്പോൾ ആകെ മാനസികമായി ഞാൻ പ്രശ്നത്തിലായിപ്പോയി. പിന്നെ ഇത് ആരും എന്നെ ചോദിക്കുന്നില്ല. ഈ വാർത്ത ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും കാണുന്നില്ലെങ്കിലും കുറേ ആളുകൾ കാണുമ്പോൾ അത് ഇങ്ങനെ പടരുമല്ലോ. ഏതായാലും പത്രസമ്മേളനം നടത്തണം, പത്രക്കാരോട് സംസാരിക്കണം എന്നുള്ള നിലയിലാണ് ഞാൻ ഇന്നലെ AKG സെൻറ്ററിൽ വെച്ച് പത്രക്കാരെ കണ്ടത്. പത്രക്കാരോട് ഞാൻ പറഞ്ഞു, ഇനിയിപ്പം ഇതിന് വേറെ നിവൃത്തിയൊന്നുമില്ല. ഇതിനെതിരെ പരാതി, അടിസ്ഥാനരഹിതമായ വസ്തുതകളുമായി എന്തെങ്കിലും ഒരു ബന്ധമുള്ളതാണെങ്കിൽ നമ്മൾ അങ്ങനെയൊന്നുമില്ലാത്ത പച്ചക്കള്ളം ഒരു പൊതുപ്രവർത്തകയുടെ നേരെ ഈ രൂപത്തിൽ ആരോപിച്ചുകൊണ്ട് അത് പൊടിപ്പും തെങ്ങലും വെച്ച് വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സ്ഥിതി ഈ പ്രായത്തിൽ എനിക്ക് കേൾക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അത് എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറത്ത് ആയിരുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള കല്ലുവെച്ച നുണകൾ ഏതെങ്കിലും രാഷ്ട്രീയമായിട്ടാണോ മറ്റു തരത്തിലോ ആയാലും അതുണ്ടാക്കുന്ന ഡാമേജ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ അവമതിപ്പ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ദുരുദ്ദേശം തന്നെയാണ് അതിലുള്ളത് എന്നതിന് എനിക്ക് യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ ഒരു ചോദ്യം എന്നോട് ചോദിക്കാമായിരുന്നു, ആർക്കും ചോദിക്കാം. ജനം ടി വിയിലുള്ളവർക്ക് എന്നെ അറിയാം, മറ്റുള്ള പെൺകുട്ടികൾക്കും എന്നെ അറിയാത്തവർ വളരെ കുറച്ചായിരിക്കല്ലേ ഉണ്ടാവുള്ളൂ, പ്രത്യേകിച്ച് മാധ്യമരംഗത്തുള്ളവർ. ഒരു ചോദ്യം ചോദിക്കാം. ഇങ്ങനെ PR കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു MLA ഉണ്ട്, അയാളുടെ ഭാര്യ എന്നുള്ള നിലയിൽ നിങ്ങൾ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നൊരു ഇത് കിട്ടിയിട്ടുണ്ട്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒറ്റ ചോദ്യത്തിൽ തീരാവുന്നതേ ഉള്ളൂ. പക്ഷേ സുദിനത്തിൻ്റെ ആളുകൾ പോലും എന്നോട് ഒന്നും ചോദിച്ചില്ല. ഈ കണ്ണൂർ പാർലമെന്റ് മെമ്പറായിട്ട് എത്രയോ പ്രാവശ്യം സുദിനവുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്നോട് ചോദിച്ചില്ല. ഞാൻ അതോടുകൂടി സത്യം പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഇത് തീർക്കുക? ഞാൻ പാലക്കാട് ജില്ലയിൽ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ഒരു MLA ഉണ്ടോ? അപ്പോൾ പാലക്കാട് എന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു MLA ഇല്ല ഇവിടെ, ഞങ്ങൾക്കറിയുന്ന ഒരു MLA ഇല്ല. പിന്നെ ചെറുപ്പക്കാരായവനെ അറിയാത്തതാണോ എന്ന് തൃശ്ശൂർ ചോദിച്ചു. തൃശ്ശൂർ എന്ന് ചോദിച്ചു നോക്കുന്നു. തൃശ്ശൂർ ഞാൻ നമ്മളെ പാർട്ടി നേതാക്കളോട് അവർ പറഞ്ഞു, ഇവിടെ അങ്ങനെ നമ്മളെ MLA ഇല്ല, അങ്ങനെ ഒരു MLA ഒന്നും കാണുന്നില്ല. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു വസ്തുത ഉണ്ട്, അത് കണ്ടു, ജന്മഭൂമിയിൽ കണ്ടു എന്ന് പിന്നെ എന്നോട് പറയുകയും ചെയ്തു. ഞാൻ പിന്നെ എങ്ങനെ അന്വേഷിക്കണ്ട്? AKG സെൻറ്ററിൽ ഞാൻ എൻ്റെ പാർട്ടിയുടെ നേതാക്കളോട് പറഞ്ഞു. അവർ നിയമസഭയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ പ്രവർത്തകരായിട്ടുള്ളവർ കണ്ടുപിടിച്ച് പക്ഷേ ഞാൻ പത്രസമ്മേളനം നടത്തിയിട്ടതിന് ശേഷമാണ് അവർക്കത് കിട്ടിയത്. അത് പത്രസമ്മേളനം നടത്തി കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് കിട്ടി. തൃശ്ശൂർ ജില്ലയിൽ സ്വാതന്ത്ര്യസമര സേനാനിയും
കോൺഗ്രസിൻ്റെ ഒരു നേതാവുമായ PR കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു MLA ഉണ്ടായിരുന്നു 2ാം അസംബ്ലിയിൽ, ആദ്യത്തെ അസംബ്ലി കഴിഞ്ഞതിന് ശേഷമുള്ള EMSന്റെ ശേഷമുള്ള അസംബ്ലിയിൽ. അദ്ദേഹത്തിൻ്റെ ഭാര്യ PK ശ്രീമതിയാണെന്ന് മാത്രമല്ല അവരൊരു അധ്യാപികയും കൂടിയായിരുന്നു. അപ്പോൾ അത് ഈ വാർത്ത ഞാൻ ഈ പത്രസമ്മേളനം നടത്തിയതിന് ശേഷം ഞങ്ങളുടെ അവിടെയുള്ള പാർട്ടി മെമ്പറുടെ അടുത്താണ് അത്രേ പെട്ടെന്ന് ഈ വാർത്ത അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അവർ തന്നെ നേരിട്ട് വന്ന് പല മാധ്യമങ്ങളോടും സംസാരിച്ചു. എൻ്റെ അമ്മയാണ് PK ശ്രീമതി, എൻ്റെ അച്ഛനാണ് PR കൃഷ്ണൻ. ഇത് ശ്രീമതി ടീച്ചറെ പോലുള്ള പൊതുപ്രവർത്തന രംഗത്ത് ഇത്രയേറെ വർഷക്കാലം പ്രവർത്തിച്ച ഒരു വ്യക്തിയെ ഈ രൂപത്തിൽ ആക്ഷേപിക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് ഞാൻ കോൺഗ്രസ്സുകാരനാണെങ്കിലും ഞാൻ അവരുടെ പാർട്ടി അല്ലെങ്കിലും ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് അതൊരു വല്ലാത്തൊരു ഇതായിപ്പോയി, വ്യാജമായിട്ടുള്ള ഒരു വാർത്തയായിപ്പോയി എന്ന് അവർ പറയുകയും ചെയ്തു. പക്ഷേ എനിക്ക് അവസാനം ഒരു സമാധാനമായി. കാരണം ഒരാളുണ്ടല്ലോ ഈ പെൻഷൻ വാങ്ങിയതോ അല്ലെങ്കിൽ വാങ്ങാതിരിക്കുന്നതോ ആയിട്ടുള്ള ഒരു കാര്യത്തിന് ഒരാളുണ്ടല്ലോ, ഇത് എൻ്റെ പെരടിക്കുന്ന അങ്ങനെ പോകുമല്ലോ എന്ന് വിചാരിച്ച് അവസാനം എനിക്കൊരു ശ്വാസം വീണു എന്ന് പറയാം. പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു എന്തായാലും പരാതി കൊടുക്കണം. ഇങ്ങനെ ഇനിയെങ്കിലും നമ്മുടെ വാർത്തകൾ ഈ രൂപത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെയാണ് ഇത് കൂടുതൽ വരിക. ഞാനത് ഇന്നലെ ഞാൻ പറഞ്ഞു.